മഞ്ഞക്കുറ്റികൾ പിഴുതെറിഞ്ഞ് ജനപ്രിയൻ VDS. അധികാരത്തിലെത്തിയ ആദ്യ നാളുകളിൽ തന്നെ ജനപ്രിയ പദ്ധതികൾ ഓരോന്നായി നടപ്പിലാക്കി തുടങ്ങിയ VD സതീശൻ പിണറായി സർക്കാരിന്റെ കാലത്ത് സാധാരണക്കാരുടെ കണ്ണീരിൽ കുതിർത്തവരുടെ വീട്ടുമുറ്റത്തും കൃഷിയിടങ്ങളിലും സ്ഥാപിച്ച കേരയിൽ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയാൻ ഉത്തരവിട്ട് ജനമനസ്സുകൾ കീഴടക്കുമ്പോൾ ഇന്നോളം കേമന്മാരെന്ന് സ്വയം അഹങ്കരിച്ച CPM മുന്നണിക്കും നേതാക്കൾക്കും അത് താങ്ങാൻ കഴിയാത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്റെ മുഴുവൻ പേരും വായിച്ചതിനെ ചൊല്ലി സ്വന്തം പാർട്ടിക്കാരായ യുവനേതാക്കളും രാഷ്ട്രീയ എതിരാളികളും ചേർന്ന് ഉയർത്തിവിട്ട വിവാദങ്ങളെ തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും ഉറച്ച വാക്കുകൊണ്ടും മറുപടി കൊടുത്ത VD സതീശന് മുന്നിൽ വിമർശനത്തിന്റെ ശരം തൊടുത്തുവിട്ടവർക്കെല്ലാം ഉത്തരമുട്ടുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം പിന്നീട് കണ്ടത്. കുട്ടിക്കാലം മുതലുള്ള സ്കൂൾ രേഖകളിലെല്ലാം പിതാവിന്റെ പേരുണ്ട്. താൻ MLA ആവുന്നതിന് മുമ്പേ മരണപ്പെട്ടുപോയ മാതാപിതാക്കളെ മകനെന്ന നിലയിൽ ഓർക്കേണ്ടേ എന്ന സതീശന്റെ വികാരനിർഭരമായ ചോദ്യത്തിനു മുമ്പിൽ മാധ്യമ പടകൾക്കും ഉത്തരമുട്ടി. അഹങ്കാരത്തിന്റെ അടയാളമായിരുന്ന മുൻ സർക്കാരിലെ മുഖ്യമന്ത്രിയിൽ നിന്നും മാറി ജനമനസ്സറിയുന്ന നേതാവും ഭരണാധികാരിയുമായി മാറിയ സതീശനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേരളം. പിണറായി വിജയൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരളിനായി ഭൂമി ഏറ്റെടുക്കാനായി അന്ന് പ്രഖ്യാപിച്ച സകലതും ഭരണമേറ്റ ശേഷം ചേർന്ന രണ്ടാം മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്ത VD സതീശൻ മഞ്ഞക്കുറ്റികൾ മൂലം ജീവിതം താറുമാറായവരുടെ കണ്ണീരും വേദനയും കണ്ട ജനകീയ മുഖ്യമന്ത്രി എന്ന പേരിനും ഉടമയായി. തലയ്ക്ക് മുകളിൽ നൂലിൽ കെട്ടിയ വാളുപോലെ ഏറെക്കാലങ്ങളായി പാവപ്പെട്ടവരുടെ ഉറക്കം കെടുത്തിയ കേരയിൽ മഞ്ഞക്കുറ്റികൾ മൂലം അവരുടെ ഭൂമി പണയം വെക്കുവാനോ വിൽക്കുവാനോ കഴിയാതെ വലഞ്ഞ 10,000-കണക്കിന് കുടുംബങ്ങൾക്കാണ് സതീശന്റെ ഈ ഒരൊറ്റ തീരുമാനം ആശ്വാസമായത്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾ മൂലം നിയമന ഉത്തരവ് നൽകാൻ സാധിക്കാതിരുന്ന കാരണത്താൽ PSC റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടരുതെന്ന ചിന്തയാണ് റാങ്ക് പട്ടികയുടെ കാലാവധി 3 മാസത്തേക്ക് കൂടി നീട്ടാൻ മുഖ്യമന്ത്രി PSC അധികാരികൾക്ക് കത്ത് നൽകിയത്. പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 100 ദിന കർമ്മ പരിപാടിയും സതീശനെ കൂടുതൽ ജനപ്രിയനാക്കുകയാണ്. A to Z ന്യൂസ് മലയാളം 24.